ഗൃഹസമ്പർക്ക പരിപാടിക്ക് പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തി CPM പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടി എന്ന് പറയണമെന്ന് ഉൾപ്പെടെ നിർദ്ദേശം. ജനങ്ങളുമായി തർക്കിക്കാൻ നിൽക്കരുത്, ക്ഷമാപൂർവ്വം മറുപടി നൽകണം എന്നടക്കമാണ് നിർദ്ദേശങ്ങൾ വരുന്നത്. പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലറിലാണ് ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ CPM ഉദ്ദേശിക്കുന്നത് എന്താണ്? കാരണം ഒരു തിരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞു പോകുന്നു, അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് തോറ്റത് എന്ന് ജനങ്ങളോട് പറയാൻ പോകുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ അത് ഇഷ്യൂ ചെയ്യുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും അഭിലാഷ് മോഹനും TS ഹരികൃഷ്ണൻ കൂടി ചേരും. അഭിലാഷ്, ഈ CPM-ന്റെ ഈ സർക്കുലർ അത് നമുക്കറിയാം ഗൃഹസമ്പർക്ക സമയമാണ്. അപ്പോൾ എല്ലാ മേൽത്തട്ടിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം ഈ താഴെ ബ്രാഞ്ച് ഘടകങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ വീടുകളിലേക്ക് ചെല്ലുകയാണ്. നമ്മൾ എങ്ങനെയാണ് തോൽറ്റത് എന്ന കാര്യം ജനങ്ങളിലേക്ക് പറഞ്ഞവരെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഈ വരുന്ന ഒരു ഉത്തരവിലൊരു വിചിത്രതയുണ്ടോ? CPM ആണ് താഴെത്തട്ടിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിലെ പ്രവർത്തകരോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം, അങ്ങനെ പെരുമാറണം, ഇടയ്ക്കേറി പറയരുത്, ആളുകൾ പറയുന്നത് കേൾക്കണം, വീട്ടിനകത്തേക്ക് തന്നെ കയറിയിരുന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അഭിലാഷിന് ഈ സർക്കുലർ കണ്ടപ്പോൾ തോന്നുന്നത് എന്താണ്? അത് സാധാരണയുള്ളതാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, 2019 ഗൃഹസമ്പർക്ക പരിപാടി അത് വലിയ വിജയമായിരുന്നു. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഇടതുപക്ഷത്തിന് സംഭവിച്ചു. അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. ഇതേപോലെ ഗൃഹസമ്പർക്ക പരിപാടി അന്ന് ഈ ശബരിമല യുവതീ പ്രവേശന വിഷയം അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിനുശേഷം നടന്ന ഗൃഹസമ്പർക്ക പരിപാടിയെ അന്നത്തെ പ്രതിപക്ഷം, അതായത് ഇപ്പോഴത്തെ UDF വലിയ തോതിൽ പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് ഇമ്പാക്ട് മേക്കിംഗ് ആയി എന്നാണ് പിന്നെ ഇടതുപക്ഷം വിലയിരുത്തിയത്. കാരണം അതിന് ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതിന് തൊട്ട് ശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലായിലടക്കം ജയിച്ചു, അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, പിന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു. അപ്പോൾ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുക, അപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് എന്നുള്ളത് വളരെ പ്രശ്നമാണ്. സാധാരണ ഈ ഫീഡ്ബാക്ക് ഈ എക്കോ ചേമ്പറിൽ ഇരിക്കുമ്പോൾ എല്ലാം നല്ലതെന്നാണ് കിട്ടുക. പക്ഷേ ഓരോ വീട്ടിലും കയറി അവരോട് സംസാരിക്കുമ്പോൾ ഓരോ വിഭാഗങ്ങളുടെയും ഓരോ ഇൻകം ഗ്രൂപ്പുകളുടെയും ഒക്കെ പ്രശ്നങ്ങൾ എന്താണ്, മധ്യവർത്തികളുടെ, സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ ഒക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം ഇനി തിരുത്താനുള്ള സമയമില്ല എന്നുള്ളത് വേറെ പ്രശ്നമാണ്, അതവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ CPM-നെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പഴയകാല നമ്മളൊക്കെ കണ്ടുവളർന്ന നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് CPM-നെ ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രങ്ങളൊക്കെ എവിടേക്ക് നമ്മൾ താഴെത്തട്ടിൽ എപ്പോഴും ആളുകളുമായിട്ട് സംവദിക്കുക. അവിടുത്തെ ഓരോ വാർഡ് കൗൺസിലറായാലും എല്ലാ ദിവസവും ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് അവർ അതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇത് CPM-ന് അനിവാര്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയേറ്റു. 40% വോട്ട് കിട്ടി എന്ന് പറയുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്താൽ തദ്ദേശത്തിൽ സാധാരണ നിലയിൽ ഒരു വലിയ മേൽക്കൈ ഇടതുപക്ഷത്തിന് കിട്ടേണ്ടതാണ്. അപൂർവം തവണകളിൽ ഒഴികെ അത് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ തദ്ദേശത്തിലേറ്റ തിരിച്ചടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ കിട്ടിയതിനേക്കാൾ ഒരു 4-5% വോട്ട് അധികം സമാഹരിക്കാൻ കഴിഞ്ഞാലേ തുടർഭരണം ഉണ്ടാവും. ഒരു 5% വോട്ടിൻ്റെങ്കിലും ഗ്യാപ്പ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് പറ്റിയതെന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സർക്കുലറിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ പുതിയ കാലത്ത് ഈ മൊബൈൽ പഴയതുപോലെ അല്ലല്ലോ, മൊബൈൽ ഫോൺ ക്യാമറകളൊക്കെ എല്ലാവരുടെ അടുത്തുണ്ട്. അപ്പോൾ ഒരു സംഘം വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, അപ്പോൾ അവിടെ നിന്ന് ചില ചോദ്യങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ അവർ തന്നെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മൊബൈൽ ഇവരങ്ങോട്ട് തർക്കിക്കാൻ പോയാൽ പ്രശ്നമാണ്. വീട് കയറിയ CPM നേതാക്കളെ മുൾമുനയിൽ നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ വരും. അപ്പോൾ ഒരു കാരണവശാലും തർക്കിക്കരുത്. അവരിങ്ങോട്ട് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, അവർക്ക് ലോജിക്കലായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാതെ അവർ പറയുന്നതിന് ഇടയ്ക്ക് കയറി പറയരുത്, നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന മട്ടിൽ അങ്ങോട്ട് തർക്കിക്കാൻ നിൽക്കരുത്, അവരോട് വാഗ്വാദത്തിന് നിൽക്കരുത്. ചാനൽ ചർച്ച അല്ലല്ലോ, ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കില്ല. അപ്പോൾ വളരെ കൃത്യമായ നിർദ്ദേശമാണ്. അല്ലാതെ വീട്ടിൽ കയറിയിട്ട് അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കാൻ പോയാൽ ശരിയാവില്ല. അപ്പോൾ അവരെ പഠിപ്പിക്കുക എന്നല്ല, അവരിൽ പറഞ്ഞ് അവരെ കേൾക്കാനും അവരോട് ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇതെന്ന് അണികൾക്ക്, ഈ വീട് കയറാൻ പോകുന്ന ആളുകൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കി കൊടുക്കലാണ് ഈ സർക്കുലറിന്റെ ലക്ഷ്യം. ഹരി, അതായത് നമുക്ക് താത്വിക അവലോകനങ്ങളൊന്നും ഈ പാവപ്പെട്ട ആളുകളിലേക്ക് ഇറങ്ങി നമ്മുടെ ഗോവിന്ദ മാഷിന്റെ സ്റ്റഡി ക്ലാസ് ഒന്നും നടക്കില്ല. അവർക്ക് എന്താണ് അവരുടെ കാര്യം, അവരുടെ ജീവൽ പ്രശ്നങ്ങൾ. അത് നമ്മൾ ഈ പറയുന്ന അങ്ങ് പാറശാല മുതൽ കാസർഗോഡ് വരെ ഓരോ ഏരിയയിലും ഓരോ പ്രശ്നങ്ങളാണ്. അവിടുത്തെ ജനകീയ വിഷയങ്ങളുണ്ട്, പിന്നെ പൊതുവായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ അവരോട് സംവദിക്കാൻ കഴിയണം. സംവദിക്കുകയല്ല, ഒരു സംവാദത്തിനപ്പുറത്തേക്ക് അവരെ പറയുന്നത് കേൾക്കുക എന്നതോടാണ് പാർട്ടിയെ സംബന്ധിച്ച് മുന്നിലുള്ളത്. അപ്പോൾ ഈ ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ ഷൗട്ട് ചെയ്യാം, ഒരുപാട് പേര് ഷൗട്ട് ചെയ്യാം, കാരണം ഷൗട്ടിങ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അവിടേക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കണം എന്ന രീതിയിലേക്ക് CPM അണികൾ മാറണമെന്ന രീതിയിലാണ് ഈ സർക്കുലർ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന ഇടങ്ങളിലൊക്കെ ഇപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായി രൂപപ്പെടുന്ന വിഷയം എന്താണ്? അതായത് അഭിലാഷേട്ടൻ പറഞ്ഞതിനൊപ്പം ചേർത്ത് പറയണേ,
അന്ന് ശബരിമല യുവതി പ്രവേശനമാണെങ്കിൽ ഇത്തവണ ശബരിമല സ്വർണ്ണക്കുള്ള വിഷയമാണ്. അപ്പോൾ എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പാർട്ടിക്കാർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം? അത് ഈ ശബരിമല വിഷയം മാത്രമല്ല കേട്ടോ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല. ആ സർക്കുലറിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് സർക്കാർ കടക്കണിയിലാണോ എന്ന് ചോദിച്ചാൽ അതിന് എങ്ങനെ മറുപടി കൊടുക്കണം? പിന്നെ ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ ഇപ്പം കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടുന്നില്ല, അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണ്? PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഇവർ പത്മകുമാറിന്റെ കാര്യത്തിൽ എന്ത് മറുപടിയാണ് പത്മകുമാറിന്റെ കാര്യത്തിൽ പറഞ്ഞേക്കുന്നത്? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ അന്വേഷണ സംഘത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പിന്നെ പത്മനാഭൻ മുൻ ദേവസ്വം പ്രസിഡന്റുമാരെയും തന്ത്രിയും ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ആരുടെയും പക്ഷത്തല്ല സർക്കാർ എന്നുള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഇനി എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, കുറ്റപത്രം കൊടുത്തതിന് ശേഷം അതിലെങ്ങനെയാണ് പത്മകുമാറിൻ്റെ പങ്ക് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി ഉണ്ടാകുമെന്നാണ് ആ ഒരു സർക്കുലർ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒരു കാര്യം ഞാൻ അഭിലാഷേൻ്റെ അടുത്തോട് ചോദിക്കുകയാണ്. CPM പോലൊരു പാർട്ടിക്ക് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കേണ്ടതുള്ളൂ? എന്തായാലും അണികളാണ് ആൾക്കാർക്കിടയിൽ പോകുന്നത്. ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അണികൾ പോകേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കി പറയേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നൊരു സംശയം. അത് കൃത്യമായ മാർഗനിർദ്ദേശം ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നേരത്തെ ഹരി തന്നെ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല വിഷയങ്ങളിലുണ്ട്. അതിപ്പോൾ ശബരിമല സ്വർണ്ണ വിഷയത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇടുക്കിയിലോ അല്ലെങ്കിൽ കണ്ണൂരിലോ അല്ലെങ്കിൽ കോഴിക്കോട്ടൊക്കെ മലയോരത്തിൽ പോയാൽ ഈ പന്നി കൃഷി നശിപ്പിക്കുന്നതും ആന ഇറങ്ങുന്നതും ഒക്കെ അവരെ സംബന്ധിച്ച് വലിയ വിഷയമാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ അപ്പോൾ വളരെ നോക്കൂ, ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ വരുന്നതല്ലേ, വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളോടും അതേ വൈകാരികതയിൽ അങ്ങോട്ട് പ്രതികരിച്ചാൽ ഈ പർപ്പസ് ഇല്ലാതാവും. ഒരു ഉദാഹരണം, കാരണം ഇവിടെ നമ്മുടെ ഇപ്പോൾ വെനസ്വേലയിൽ അമേരിക്കൻ ഒരു ആക്രമണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഞാൻ പേര് പറയുന്നത് നമ്മുടെയൊക്കെ സുഹൃത്തായ ഒരു DYFIയുടെ അല്ലെങ്കിൽ CPM നേതാവ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ പ്രസംഗങ്ങളുണ്ടായിരുന്നു. വളരെ ട്രോളാണ്. കാരണം വെച്ചാൽ അത് പറയേണ്ട ഒരു കാര്യമില്ല. അങ്ങനെയൊക്കെ ഒരു പക്ഷേ CPM നേതാക്കൾക്ക് പക്വത, ഈ സംസാര ഭാഷയിലൊക്കെ പക്വത നഷ്ടപ്പെടും എന്ന ഒരു തോന്നൽ, അല്ലെങ്കിൽ അവരുടെ കൈവിട്ട് പോകും അങ്ങനെ പ്രതികരിക്കുന്നവരെ സ്ഥായിയായിട്ട് പ്രശ്നങ്ങൾ ജനങ്ങൾ പറയുമ്പോൾ അവർക്ക് മുന്നിൽ ഇത് ക്ഷമയോടുകൂടി കേട്ടു നിൽക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഇവർക്കൊക്കെ ഉണ്ട് എന്ന് പാർട്ടിക്ക് എന്തുകൊണ്ടൊരു തോന്നൽ വരുന്നു അഭിലാഷ്? അല്ല, അപ്പോൾ സ്വാഭാവികമല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഗ്വാദങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നത്തിന്റെ അവസ്ഥ കാര്യം സംഗതി എന്താണോ നേരെ തിരിച്ചായി പോകും. കാരണം ഇപ്പൊ എളുപ്പമാണ്, പകർത്താനും എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആരെങ്കിലും ഇതുപോലെ വീട്ടിൽ വന്നാൽ തന്നെ സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഏത് പാർട്ടി, അല്ലെങ്കിൽ LDFന്റെ ആളാണോ അല്ലെങ്കിൽ ഇടതു മുന്നണി, അങ്ങനെ നോക്കിയിട്ടായിരിക്കുമല്ലോ ഒരു വീട്ടിൽ ചെന്ന് കയറുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്കുക, കൂടുതൽ സംസാരിക്കുക, അവരെ കൺവേ ചെയ്യുക, നമ്മുടെ ആശയങ്ങൾ പറയുക, വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം, എന്തിനായിരിക്കുമല്ലോ പോകുന്നത്. അപ്പൊ എന്തായാലും ഒരു സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആളുകളോട് പറയുന്നതിൽ അതിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. UDFും BJPയും ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടത്തിയത് കൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടത് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ പാർട്ടിയുടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യാജ പ്രചരണങ്ങളെ മാറ്റി, തെറ്റിദ്ധാരണകളെ മാറ്റി ശരിയായ ധാരണകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതാണ് ഉദ്ദേശം. അതായത് അഭിലാഷ് പറയുന്നത്, അതായത് 2021 കോടിയേരിക്ക് സ്വീകരിച്ച ഒരു നിലപാട് വളരെ വിജയം കണ്ടതാണ്. അപ്പോൾ ഇതും CPMനെ സംബന്ധിച്ചൊരു ബൂസ്റ്റർ ഡോസായി, കാരണം സമയം പക്ഷേ അധികമില്ല, നമുക്ക് 3 മാസം മാത്രമേ ഉള്ളൂ. അതൊരു വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ ഇന്നത്തെ ഈ യജ്ഞം അതിൻ്റെ ഒരു പോസിറ്റീവ് ഫാക്ടർ ഉണ്ടാകുമെന്നാണ് അഭിലാഷ് പറയുന്നത്. അത് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ പ്രശ്നം വെച്ചാൽ ജനങ്ങൾ ചിലപ്പോൾ ഇതിനോടകം തന്നെ തീരുമാനമെടുത്തിട്ടുള്ള ജനങ്ങളാകാം. അവർ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ തെരഞ്ഞെടുപ്പിലെ നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടെ ആളുകളോട് സംവദിക്കുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ അതൊരു എഫേർട്ടാണ്. കാരണം കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. 3ാം ഭരണം എന്നൊക്കെ ഉള്ളത് എല്ലാവരും പറഞ്ഞു നടന്നിരുന്ന പിണറായി 3.0, ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലല്ലോ, പിണറായി 3.0, ആ മട്ടിലുള്ള അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങളെ കാണുന്നു, അവരോട് സംവദിക്കുന്നു, സംസാരിക്കുന്നു. വിജയിക്കോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വലിയൊരു പ്രചരണ പരിപാടി തന്നെയാണ് മുഴുവൻ ഈ സംഘടനാ സംവിധാനത്തെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനു മുമ്പ് മുഴുവൻ എണ്ണയിട്ട യന്ത്രമാക്കി മാറ്റുക, യന്ത്രത്തിൽ എണ്ണ ഇടുക, അപ്പോൾ സംഘടനാ മെഷീനറിയെ ചലിപ്പിക്കുക, അതിനെ ഊർജ്ജസ്വലമാക്കുക, ആ ഇലക്ഷൻ മോഡിലേക്ക് കടക്കാനുള്ള സ്വിച്ചാണിത്. തീർച്ചയായും അതാണ് CPM വളരെ തന്ത്രപരമായിട്ട് തന്നെയാണ് ഇത് സമീപിച്ചത്. ഈ ഗൃഹസമ്പർക്ക പരിപാടി എന്നുള്ളത് അത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് അവിടെ എങ്ങനെ പെരുമാറണം ജനങ്ങളോട്, താഴെത്തിട്ടുള്ള ആളുകളോട് എന്നുകൂടി ഒരു സർക്കുലർ കൂടി പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന പ്രത്യേകതയാണ് നമ്മൾ പരിശോധിച്ചത്.